ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ക്രിസ്പി ആയിട്ടുള്ള ഒരു ശർക്കര ജിലേബിയാണ്. നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഇത് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് ഉഴുന്ന് പരിപ്പാണ് എടുത്തിട്ടുള്ളത്. ഈ ഉഴുന്ന് പരിപ്പ് നമുക്ക് ഏകദേശം ഒരു 3-4 മണിക്കൂർ ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം. അതിനായിട്ട് ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റി വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഒരു 4 മണിക്കൂറെങ്കിലും ഒന്ന് കുതിർന്ന് വന്നോട്ടെ. അപ്പോൾ ഇത് ഒരു ഏകദേശം 4 മണിക്കൂറായിട്ടുണ്ട് ഞാനിത് കുതിർന്ന് വരാനായിട്ട് വെച്ചിട്ട്. ഇപ്പോൾ നല്ലതുപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായി ഒന്ന് കഴുകി വൃത്തിയാക്കി അരച്ചെടുക്കണം. അതിന് മുൻപ് നമുക്ക് ഇതിലേക്കുള്ള ശർക്കര പാനി തയ്യാറാക്കണം. അതിനായിട്ട് ഞാനൊരു 300 ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അതൊരു പാത്രത്തിലേക്ക് മാറ്റി ഒരല്പം വെള്ളം ഒറ്റിച്ച് നമുക്കിതൊന്ന് മെൽറ്റാകാനായിട്ട് അടുപ്പത്തേക്ക് വെക്കാം. വെള്ളം ഒഴിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാനിത് അടിയിൽ പിടിച്ച് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒഴിച്ചതേ ഉള്ളൂ. ഞാനിത് അരച്ച് വരുമ്പോഴേക്കും അതവിടെ അടിയിൽ പിടിക്കരുതെന്ന് കരുതിയിട്ട് ഒഴിച്ചതാണ്. ശർക്കര മാത്രം അങ്ങനെ വെച്ച് കഴിഞ്ഞാലും മെൽറ്റായിട്ട് വരും. അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ആ സമയത്തേക്ക് നമുക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ഉഴുന്ന് അരച്ചെടുക്കാം. ഉഴുന്ന് അരയ്ക്കുമ്പോൾ വെള്ളം കൂടുതൽ ചേർത്തിട്ട് അരയ്ക്കരുത്. നമ്മൾ ഉഴുന്ന് വടക്കൊക്കെ അരയ്ക്കുന്നത് പോലെ വെള്ളം ഇല്ലാതെ കഴിവതും അരച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ആദ്യമേ വെള്ളം ചേർത്ത് ഒരുപാട് വെള്ളം ചേർത്ത് അരച്ച് കഴിഞ്ഞാൽ നമുക്കിത് അതിൻ്റെ ശരിയായ രീതിയിൽ ഒന്ന് അരച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് ബാച്ച് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ബാക്കിയുള്ളത് കൂടെ അരച്ചെടുക്കണം. അതിന് മുൻപായിട്ട് നമ്മൾ മെൽറ്റാവാൻ വെച്ചിട്ടുള്ള ശർക്കര എന്തായിട്ടുണ്ടെന്നൊന്ന് നോക്കാം. ഇതിപ്പോൾ നല്ലതുപോലെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. നമുക്കിത് ഇനി തീ ഓഫ് ചെയ്ത് ഒന്ന് തണുക്കാൻ വെക്കാം. തണുത്തിട്ടുള്ള ഏകദേശം ചൂട് തണിഞ്ഞിട്ടുള്ള ശർക്കര പാനിയിലേക്കാണ് നമ്മൾ ജിലേബി ഇട്ട് കൊടുക്കേണ്ടത്. ആ സമയത്തേക്ക് നമുക്ക് ബാക്കിയുള്ളത് കൂടെ ഒന്ന് നന്നായി ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെള്ളം കുറച്ച് മാത്രം ചേർത്തിട്ട് അരച്ചെടുക്കുക. ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുത്താലും മതി. പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് ഈ ശർക്കരയും ഉഴുന്നും അല്ലാതെ വേറെ ഒന്നും തന്നെ ചേർക്കുന്നില്ല. ഒരു 2 ചേരുവ വിഭവമാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. ശർക്കരയും ഉഴുന്നും മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ. അറ്റ്ലീസ്റ്റ് ഉപ്പ് പോലും നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നില്ല. ഇനി നമ്മൾ ഈ 2 ബാച്ചും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഇത് ശരിയായ അളവിലുള്ള കട്ടിയിലൊക്കെ തന്നെയാണോ എന്നൊന്ന് നോക്കാം. കൂടുതൽ വെള്ളത്തിൻ്റെ അളവ് കുറച്ചുകൂടെ കൂട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതിപ്പം വല്ലാതെ കട്ടിയായിട്ടാണുള്ളത്, തീരെ ഉറ്റി വീഴുന്നില്ല. അപ്പോൾ നമുക്ക് ഒരിത്തിരിയും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ 1 കപ്പ് ഉഴുന്ന് പരിപ്പ് കുതിർത്തത് അരച്ചെടുക്കാനായിട്ട് ഞാനിതിലേക്ക് ഏകദേശം ഒരു അരക്കപ്പിൽ ഒരല്പം കൂടുതൽ വെള്ളം മാത്രമേ ചേർത്തിട്ടുള്ളൂ. 1 കപ്പ് വെള്ളം ആദ്യം ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് വളരെ കട്ടിയാണെന്ന് തോന്നിയപ്പോൾ ഒരല്പം കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മാവിൻ്റെ ഒരു പരുവം. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കണം. അതിനായിട്ട് ഞാൻ ഈ മാവ് ഒരു സോസ് ബോട്ടിലേക്കാണ് എടുക്കുന്നത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് അത് ചുറ്റിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ സോസ് ബോട്ടിൽ ഇല്ലാത്തവർ, ഞാൻ മുൻപൊരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ കേക്ക് ഡെക്കറേറ്റ് ചെയ്യാനുള്ള പൈപ്പിംഗ് ബാഗ്, അതുപോലത്തെ ഒരു ബാഗ് ഉണ്ടായാലും നമുക്കിതുപോലെ ചുറ്റിച്ചെടുക്കാം. അതല്ലെങ്കിൽ ഒരു തുണിയിലേക്ക് ആക്കിയിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഒരു ചെറിയ ഹോൾ ഇട്ട് കൊടുത്തിട്ടും ചെയ്യാം. അപ്പോൾ നമ്മൾ എണ്ണ ഇവിടെ നേരത്തെ ഞാൻ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തേക്ക് ഓരോന്നോരോന്നായിട്ട് ചുറ്റിച്ചെടുക്കാം. ഞാനിപ്പോൾ ചെറിയ ജിലേബിയാണ് ഉണ്ടാക്കുന്നത്, വലുതല്ല. വലുത് വേണമെങ്കിൽ വലുതും ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഈ നമ്മൾ ഇത് ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് തീ ലോ ഫ്ലെയിമിലാണ് ഉണ്ടായിരിക്കേണ്ടത്. മാത്രമല്ല എണ്ണ നന്നായിട്ട് തിളച്ചതിന് ശേഷം വേണം തീ കുറച്ച് വെക്കാനായിട്ട്. തീ കുറച്ച് വെച്ചിട്ടാണ് നമ്മളിത് ചുട്ടെടുക്കുന്നത്. ഹൈ ഫ്ലെയിമിലിട്ട് നമ്മളിത് ചുട്ട് കഴിഞ്ഞാൽ ഇത് അത്രയ്ക്ക് അങ്ങ് ക്രിസ്പി ആയിട്ട് കിട്ടില്ല. നല്ല ക്രിസ്പി ആയിട്ട് മൊരിഞ്ഞ് വന്നതിന് ശേഷമാണ് നമ്മളിത് എണ്ണയിൽ നിന്ന് കോരി ശർക്കര പാനിയിലേക്ക് മാറ്റുന്നത്. അപ്പോൾ ഏകദേശം ഇതിൻ്റെ ഒരു കളറൊന്ന് ചേഞ്ചായി വരുന്ന സമയത്ത് നമുക്കിതെടുത്ത് പാനിയിലേക്ക് മാറ്റാം. ഇതൊരു 10 മിനിറ്റെങ്കിലും ചുരുങ്ങിയത് ശർക്കര പാനിയിൽ കിടക്കണം. എന്നാലേ ശർക്കര നല്ലതുപോലെ ഇതിനകത്തേക്ക് പിടിക്കുകയുള്ളൂ. അപ്പോഴേക്കും നമുക്ക് അടുത്ത ബാച്ച് പൊരിച്ചെടുക്കാം. ഇതുപോലെ മുഴുവനും മാവും നമുക്ക് ജിലേബിയാക്കി മാറ്റാം. കുറച്ച് സമയം പാനിയിൽ വെച്ചതിന് ശേഷം കോരിയെടുക്കുക. അതെല്ലാം ഒരു അരമണിക്കൂറോളമൊക്കെ വെക്കുകയാണെങ്കിൽ നന്നായിട്ട് ജ്യൂസ് അതിനകത്തേക്ക് പിടിച്ച് ശർക്കരയുടെ പാനി അതിനകത്തേക്ക് പിടിച്ചിട്ട് നല്ല മധുരമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടാവും.
അപ്പോൾ ഞാനിവിടെ ഒരു 2 ബാച്ച് പൊരിച്ചെടുക്കുന്നത് കാണിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളതും അതുപോലെ തന്നെ പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന മറ്റൊരു ഈസി ഡിഷുമായിട്ട് ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.